നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 4 മലയാളികൾക്കിടയിൽ സുപരിചിതനായി മാറിയ ആളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഷോയിലെത്തി ആദ്യം മുതൽ ജനശ്രദ്ധ നേടിയ റോബിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു. ഷോയ്ക്ക് ശേഷമാണ് റോബിന്റെ പ്രണയവും വിവാഹ നിശ്ചയവുമെല്ലാം നടക്കുന്നത്. റോബിനെ ഇന്റർവ്യൂ എടുക്കാൻ എത്തിയ ആരതി പൊടിയുമായി റോബിൻ പ്രണയത്തിലാകുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഇരുവരും. റോബിനും ആരതിയും തമ്മിലുള്ള പ്രണയമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും വിവാഹിതരായത്. അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത്. ആദ്യം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു വിവാഹം ഗുരുവായൂരിൽ വേണമെന്നത്. അത് ഇന്ന് സാധിച്ചു. അതിരാവിലെയാണ് ഞങ്ങൾ വന്നത്. എന്നിട്ടും ആളുകൾ എത്തിയിരുന്നു. നിങ്ങൾ എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ബിഗ് ബോസിൽ നിന്ന് ലക്ഷ്മി ചേച്ചി മാത്രമാണ് വന്നത്. വളരെ പ്രൈവറ്റ് ഫംഗ്ഷൻ ആയിരുന്നു. അതുകൊണ്ട് അധികം പേരെ ക്ഷണിച്ചിട്ടില്ലെന്നും വിവാഹശേഷം റോബിൻ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ തങ്ങളുടെ ഹണിമൂൺ ആഘോഷിക്കുകയാണ് റോബിനും ആരതിയും. ഇതിന്റെ ഭാഗമായുള്ള വിദേശ യാത്രയിലാണ് താരങ്ങൾ. യാത്രയിലെ ആദ്യ ലക്ഷ്യമായ അസർബൈജാനിലാണ് റോബിനും ആരതിയും പൊടിയും ഇപ്പോഴുള്ളത്. അസർബൈജാനിൽ നിന്നുള്ള വീഡിയോകൾ റോബിനും ആരതിയും പങ്കിട്ടിരുന്നു. അതിന് പിന്നാലെ റോബിൻ പങ്കുവച്ച കുറിപ്പും ശ്രദ്ധ നേടുകയാണ്. അസർബൈജാനിലെ മഞ്ഞുമഴ ആസ്വദിച്ചുകൊണ്ട് നടക്കുന്ന ആരതി പൊടിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് റോബിൻ കുറിച്ച വാക്കുകളാണ് ആരാധകരുടെ ശ്രദ്ധ നേടുന്നത്. തന്റെ ജീവിതത്തിനും പ്രണയത്തിനും അർത്ഥമുണ്ടായത് ആരതിയുടെ വരവോടെയാണെന്നാണ് റോബിൻ പറയുന്നത്. മഞ്ഞു പെയ്യുന്നത് കാണുകയെന്നത് ആരതിയുടെ വലിയ ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു കൊടുക്കാൻ പറ്റി. ആരതിയുടെ സന്തോഷം കണ്ടപ്പോൾ തന്റെ കണ്ണ് നിറഞ്ഞുവെന്നാണ് റോബിൻ പറയുന്നത്. എന്റെ ജീവിതത്തിനും എന്റെ ഉള്ളിലെ പ്രണയത്തിനും ഒരർത്ഥമുണ്ടായത് പൊടി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴായിരുന്നു. പൊടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നു മഞ്ഞു പെയ്യുന്നത് കാണണം എന്നുള്ളത്. ഇന്ന് അവൾ ഈ മഞ്ഞിൽ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കളിക്കുന്നത് കണ്ടപ്പോൾ എന്റെ മനസ്സിലുണ്ടായ സന്തോഷം എത്രമാത്രമെന്ന് എന്റെ കണ്ണുകൾ ഈറാൻ അണിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഇന്ന് അവളുടെ സന്തോഷത്തോടൊപ്പം ഞാനും ഏറെ സന്തോഷവാനാണ്. അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തതിൽ കൂടി ഞാൻ അനുഭവിച്ചത് മനോഹരമായ നിമിഷങ്ങളാണ്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ. നിന്നോളം പ്രിയപ്പെട്ടതായ ഒന്നും എന്റെ ജീവിതത്തിൽ വന്നു ചേരാൻ ഞാൻ ഇല്ല പൊടി എന്നാണ് റോബിൻ പറയുന്നത്. പിന്നാലെ റോബിന് മറുപടിയുമായി ആരതി പൊടിയും എത്തുന്നുണ്ട്. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു, മിറാക്കിൾ, ലവ് യു റോബിൻ ചേട്ടാ എന്നായിരുന്നു ആരതിയുടെ മറുപടി. റോബിന്റെ പോസ്റ്റിന് താഴെ കമന്റുമായി നിരവധി പേരാണ് എത്തുന്നത്. റോബിന്റെയും പൊടിയുടെയും സ്നേഹം കണ്ട് സന്തോഷിക്കുകയാണ് ആരാധകർ. മനോഹരമായ പ്രതികരണങ്ങളാണ് ആരാധകരിൽ നിന്നും ലഭിക്കുന്നത്. ഗംഭീര വാക്കുകൾ. ഈ ക്യാൻസർ കിടക്കയിൽ നിന്ന് ഇത് വായിച്ചപ്പോൾ മനസ്സു നിറഞ്ഞുപോയി. പ്രണയത്തെക്കാൾ വലുതായി ഈ ലോകത്തൊന്നുമില്ല എന്നായിരുന്നു ഒരു കമന്റ്. ഇതിന് റോബിൻ മറുപടി നൽകുന്നുണ്ട്. ചേച്ചി എന്ന് വിളിച്ചാണ് റോബിൻ സ്നേഹം അറിയിക്കുന്നത്. ഡോക്ടറിന്റെ ആഗ്രഹം പോലെയുള്ള ഒരു ജീവിത പങ്കാളിയെ തന്നെ കിട്ടി. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ പ്രണയിച്ചുകൊണ്ട് ജീവിക്കുക. എത്ര വലിയ തെറ്റുകൾ പോലും പ്രണയത്തിന് മുൻപിൽ പൊറുക്കപ്പെടും. അവളുടെ പുഞ്ചിരി നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ അവനും തയ്യാറായിരുന്നു. നമ്മുടെ ജീവിതം പ്രണയത്താൽ നിറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളതൊക്കെ അതിമനോഹരമാകും. പ്രകൃതിയുടെ സൗന്ദര്യം അതിന് മാറ്റുകൂട്ടി. നിങ്ങൾക്ക് കിട്ടിയ ജീവിതം നിങ്ങളുടെ പ്രണയത്താൽ സുരഭില സുന്ദരമാവട്ടെ എന്നിങ്ങനെയാണ് ചിലരുടെ കമന്റുകൾ. ഇവിടെ പ്രകൃതിയാണോ നിങ്ങളുടെ പ്രണയത്തെ ഇത്രയും മനോഹരമാക്കിയത്, അതോ നിങ്ങളുടെ പ്രണയമാണോ പ്രകൃതിയെ ഇത്രയും മനോഹരമാക്കിയത്? ഡോക്ടർ റോബിൻ ബ്രോ, ആരതി പൊടി മോൾ, നിങ്ങൾ രണ്ടുപേരുടെ സന്തോഷം കാണുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഇതിന്റെ 100 ഇരട്ടി സന്തോഷമാണ്. തൂമഞ്ഞ് പോലെ വെണ്മയാർന്ന പരിശുദ്ധമായ പ്രണയം നിങ്ങൾക്ക് പകരം എന്നൊന്നും ഇല്ല. കാരണം നിങ്ങൾക്ക് പകരമാകാൻ മറ്റൊരാൾക്ക് കഴിയില്ല എന്നതാണ് നിങ്ങൾക്ക് നിങ്ങളോടുള്ള പ്രണയമെന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട്. ഫാഷൻ ഡിസൈനറായ ആരതി പൊടി തന്നെയാണ് വിവാഹത്തിനുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തിരുന്നത്. ഫെബ്രുവരി 17-നായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് റോബിനും ആരതിയും തമ്മിലുള്ള വിവാഹം നടത്തിയത്. അതിനു മുൻപ് പ്രീ വെഡിംഗ് പരിപാടികളും വിവാഹത്തിന് ശേഷം മറ്റ് പല ആഘോഷങ്ങളും നടത്തി. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ആഘോഷങ്ങളും ഇവരുടെ വിവാഹത്തിന് ഉണ്ടായിരുന്നു.